അനകളുടെ രാജ്ഞി. ഇവളാ ചോദിച്ചത്, ഇവള്. എന്നെ മാത്രം. എന്റെ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ഏറ്റവും വലിയ ചതി, ഒരച്ഛന് പറ്റിയ ചതി. ഒരച്ഛനെന്ന നിലയിൽ ഞാൻ തോറ്റുപോയ നിമിഷം അതാണ്. നിങ്ങൾക്കത് കേൾക്കണ്ടേ? എന്നെ തകർത്ത ചതിയുടെ കഥ നിങ്ങളത് കേൾക്കണം. രോഹിത്തെ, രോഹിത്തെ, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് നാവാടരുത്. ഇതെന്റെ അച്ഛനും അമ്മയാ. ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന 2 പേര്. ഇവർക്ക് മുമ്പിൽ നിന്ന് ഇനി ഒച്ച വച്ച അറിയണേ, എല്ലാവരും അറിയട്ടെ. സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഒരു രാഘവൻ നായരും ഒരു സത്യാമ്മയും കള്ള കൂട്ടങ്ങളാ. നിന്നെ അടിച്ചല്ലേ, നിന്നെ കൊല്ലുവടി. നീ ഭൂമിക്ക് കൂടുതൽ വേണ്ടടി. ഇന്ന് നിന്റെ അവസാനമാ. എന്നെ അടിച്ചടി. വീട്ടിൽ കയറി വന്ന അച്ഛനെ തുറത്താൻ നായ. നീ എന്നെ തല്ലിയല്ലേ, ഇതിന് ഞാൻ നിനക്ക് മറുപടി തരും. നീ കരുതിയിരുന്നോ കേട്ടടാ? നിന്നെ ഞാൻ കാണിച്ചു തരാടാ, കേട്ടടാ? കാണിച്ചു തരാടാ ഞാൻ. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ഈ രോഹിത് ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഒറ്റ ഒരെണ്ണത്തെ ഞാൻ വെറുതെ വിടത്തില്ല. നീയൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. കരുതിരോ നീയൊക്കെ? ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടാവാൻ പോയത്? നിങ്ങൾ എല്ലാരും കൂടി വലുതാക്കിയിട്ട് കൊണ്ടുവരുന്നല്ലേ അവനെ. അതുകൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇത്ര വഷളായത്. ഇനിയിപ്പോ എല്ലാം അനുഭവിച്ചോ? ഇപ്പൊ കണ്ടില്ലേ അവൻ ചെയ്തത്? ഈ അച്ഛൻ എത്ര വട്ടം പറഞ്ഞതാ നമുക്ക് ആ കച്ചവടം വേണ്ടത്? കേട്ടോ? കേട്ടില്ല. ഇനിയിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത മൊത്തം തലയിൽ വെച്ചോ? ഒന്നും ഞാൻ പറഞ്ഞേക്കാം, എന്നെ വിളിച്ചേക്കരുത് ഒന്നിനും, കേട്ടാ? കാരണം ഇതെല്ലാം നിങ്ങളുടെ തന്നിഷ്ടത്തിനുണ്ടായതാ. എല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളാ. എന്നിട്ടിപ്പോ എല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെ ആയല്ലോ, ഇല്ലേ? പാല് കൊടുത്ത് കഴിക്കാൻ അവൻ കൊത്തിട്ട് പോയില്ലേ? ഇതാണ് ലോകം. രോഹിത്, രോഹിത് എന്താ ഈ സമയത്ത്? എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു.
അവിടെ എനിക്കൊരു സ്ഥാനമില്ല. എല്ലാവരും കൂടെ എന്നെ അടിച്ചിറക്കി. വന്നത് പോലീസ് സ്റ്റേഷനായ ഈശ്വര, വനിത ദിവസമായിരുന്നു അപ്പൊ എന്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനിനി എന്ത് ചെയ്യണം സുസ്മിതേ? ആ ശ്യാമ, അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. പിന്നെ ആ സത്യഭാമ, അവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം. അതെ, പ്രതികാരം ചെയ്യണമെന്ന് കീ കൊടുത്ത പാവെ പോലെ സദാസമയം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രയത്നിക്കണം. അതിനുവേണ്ടി മേലനങ്ങി പണിയെടുക്കണം. നോക്ക്, പറ്റുമെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം. അതാണ്ടടക്കണം. പറ്റും. കാരണം അവൾ അടിച്ച അടിയില് എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത് എന്റെ സ്ഥാനമാ. എന്റെ സ്ഥാനം ആണെന്ന എന്റെ സ്ഥാനം. രോഹിത്തെ, നീ അകത്തേക്ക് കയറ്. പരിഹാരമാർഗം നമുക്ക് ആലോചിക്കാം. ആ, ഇത് പിന്നെ സത്രമാണല്ല, വരുന്നവനും പോകുന്നവനൊക്കെ കയറി താമസിക്കാൻ. ആർക്കായിരുന്നാലും ഇവിടെ ഒരു കട്ടിലും കൂടെ കാണുമല്ല. ദൈവമേ, ഇനി എവനും ഞാൻ ചാപ്പാട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഓർക്കുമ്പോഴാണ്. നീ വന്നേ.